ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിലായിരിക്കുമ്പോൾ ബേത്ലഹേമിലെ ദിവ്യസുതന്റെ ജനനത്തിന്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ മനസ്സിൽ ജ്വലിക്കുകയും ഹൃദയങ്ങൾ സ്നേഹത്താൽ നിറയുകയും ചെയ്യട്ടെ. ഹൃദയങ്ങൾ കീഴടക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്തുമസിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ദൈവം തന്റെ ചാരും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരിൽ കുറച്ചു പേർ ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള ശ്രമത്തിലാണ്. ഈ മനുഷ്യരോട് അലിവ് തോന്നിയ ദൈവം തന്റെ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഈ രക്ഷകന്റെ ജനനമാണ് ക്രിസ്തുമസ്. സ്വർഗവും ഭൂമിയും സംഗമിക്കുന്ന സുന്ദര മുഹൂർത്തം. ക്രിസ്തുമസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 3 ചിന്തകളിലേക്ക് വിരൽ ചൂണ്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഒന്നാമത്തെ ചിന്ത: ക്രിസ്തുമസ് ഒരു ഇമ്മാനുവേൽ അനുഭവമാണ്. സുവിശേഷകൻ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോട് ഒപ്പമുണ്ട് എന്ന ചിന്തയാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത്. പക്ഷേ നമ്മളിൽ പലരും ക്രിസ്തുവില്ലാത്ത ഒരു ക്രിസ്തുമസിനല്ലേ പ്രാധാന്യം നൽകുന്നത്? എന്റെ രണ്ടാമത്തെ ചിന്ത: ദൈവസ്നേഹത്തിന്റെ ആഴമേറിയ പ്രകടനമാണ് ഓരോ ക്രിസ്തുമസും. പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവപുത്രൻ നമ്മെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. എന്റെ മൂന്നാമത്തെ ചിന്ത: ശൂന്യമാകലാണ് ഓരോ ക്രിസ്തുമസും. ഈ ശൂന്യമാകലിന്റെ ഉദാത്ത മാതൃകയാണ് ചാണകത്തിന്റെ ഗന്ധമുള്ള പുൽത്തൊട്ടിയും കാലിത്തൊഴുത്തും. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ചെറുതാകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. മഹാനായ അലക്സാണ്ടർ പോപ്പ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: 1000 പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നാലും സ്വന്തം ഹൃദയത്തിൽ പിറന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? അതെ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ആത്മീയ വിപ്ലവം സൃഷ്ടിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏവർക്കും എന്റെയും മാനന്തവാടി വൈദിക ജില്ല സെന്റ് ജോർജ് ഏറാലമുല സൺഡേ സ്കൂളിന്റെയും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.